Hi dears, welcome back. ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 6-ാം തീയതി സെപ്റ്റംബർ 6-ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. മാഷാഅല്ലാ 14 വർഷമായി. അപ്പോൾ ആ ഒരു ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ അന്നും ഒരു 5:45-6 മണിൻ്റെ ഉള്ളിലായിട്ടാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ സ്കൂളും പിന്നെ സൈറാക്കാൻ്റെ ഡ്യൂട്ടിയൊക്കെ അനുസരിച്ച് ടൈമിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ സ്കൂളും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ബിസിയാണ്. കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. ആദ്യത്തെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുന്നേ തന്നെ റെഡി ആവണം. എണീറ്റ് വന്നാൽ കിച്ചണിൽ കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് ഓർഡർ ആക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഞാൻ പത്തിരിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോണത്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു സൈറാക്കാക്ക്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇഷ്ടം. ഞാൻ അമീസ് പൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അമീസ് എന്നുള്ളത് കമ്പനി പേരാണ്. പക്ഷെ എന്നാൽ ഈ പൊടിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് പുഴുങ്ങലരിൻ്റെ പൊടിയാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ മലപ്പുറത്തൊന്നും ഈ പൊടി അവൈലബിൾ അല്ല. ഇത് കണ്ണൂർക്കാരുടെ പൊടിയാണ് കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ഈ പൊടി കൊണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്ക് തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ പൊടി വാട്ടി കുഴച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പച്ചവെള്ളം ഒഴിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കാക്കാനൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നൂലപ്പം ഒക്കെ ഉണ്ടാക്കാം ഈ പൊടി കൊണ്ട്. പിന്നെ വേറെ കുറേ പത്തിരികൾ അതും ഇതൊക്കെ ഉണ്ടാക്കുന്നത് പാക്കറ്റുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴഞ്ഞ് വരും ചെയ്യും കേട്ടോ. ഞാൻ ചെറിയ ബോൾസാക്കി ഉരുട്ടിയതിന് ശേഷം പത്തിരി പ്രസ് വെച്ചിട്ട് അമർത്തിയിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത്. ഇത് കണ്ണൂർക്കാരുടെ പത്തിരിയാണ് കേട്ടോ. നമ്മളെ മലപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന അത്ര നൈസ് പത്തിരിയല്ല, അത്ര തന്നെ നൈസല്ല, എന്നാലും കുറച്ചൊരു കട്ടി ഉണ്ടാവും. എന്നാലും നമ്മൾ ആ കട്ടിപ്പത്തിരി അല്ല കേട്ടോ, കുറച്ചൊരു കട്ടിയിൽ ഇങ്ങനെയുള്ളൊരു പത്തിരിയാണ്. അപ്പോൾ ഈ ഒരു പൊടി എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ മോളെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ്. ഫസി, കണ്ണൂരുള്ളതാണ്. അപ്പോൾ ഫസിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ പിന്നീട് ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ആളായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് എപ്പോഴും തിരഞ്ഞ് തന്നെ വാങ്ങിച്ചു വെക്കലാണ്. അവരൊക്കെ ഇത് ചൂടുള്ള ചട്ടിക്ക് കൈ കൊണ്ടൊക്കെയാണ് പരത്തുന്നത് എന്നാണ് പറഞ്ഞത്. അത്രയും എക്സ്പേർട്ട് ആയാലൊക്കെ അങ്ങനെയൊക്കെ പറ്റുണ്ടാവുള്ളൂ. ഞാനിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് കനം കുറഞ്ഞിട്ട് തന്നെ കിട്ടും, നല്ല കട്ടിയിലൊന്നും അല്ലാതെ. ഇതാണെങ്കിൽ നമ്മൾ പത്തിരിയൊക്കെ സാധാരണ നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നല്ല ഇങ്ങനെ ബബിളായിട്ട് വരികയൊക്കെ ചെയ്യും കേട്ടോ. അത് പത്തിരിയൊക്കെ നമുക്ക് കുറച്ച് അധികം എണ്ണം വേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 പാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, എളുപ്പമാവാൻ വേണ്ടിയിട്ട്. മലപ്പുറത്ത് ഈ പൊടി ഇല്ല എന്നാണ് കേട്ടോ അമ്മയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞാൻ എല്ലാം കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. തായറാക്ക് ഒരു 8:15 ആകുമ്പോഴാണ് കേട്ടോ എത്തുക. അപ്പോൾ തന്നെ പത്തിരിയും കറിയും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അനാമ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവളെയും കിച്ചണിൽ തന്നെ ഇരുത്തി, കാരണം ബാക്കിയുള്ളവരൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പത്തിരിക്ക് ഞാൻ എഗ്ഗ് കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള എഗ്ഗ് കറിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് മന്തി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ എടുത്തിട്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വെള്ളത്തിൽ ഒക്കെ ഇട്ട് വെക്കുകയാണ്. 12:30-ക്ക് മുന്നായിട്ട് തന്നെ എല്ലാ പരിപാടികളും തീർന്ന് നമ്മൾ ക്ലീനിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവണം. ക്ലാസ് അപ്പോഴാണ് തുടങ്ങുന്നത് ഹാദിക്ക്. അപ്പോൾ കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇത് പത്തിരിക്കാണെങ്കിലും നൂലപ്പത്തിനും അപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സെർവിങ് പാനിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് തായറാക്ക് എത്തിയിരുന്നു. അപ്പോൾ തായറാക്ക കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ തന്നെ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു. 8 മണിയാകുമ്പോഴേക്ക് അസക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അവൾ ക്ലാസ് കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് അവൾ ക്ലാസ്സിന് ഇരിക്കൽ. ക്ലാസ് തുടങ്ങി ഒരു 1 അവർ കഴിയുമ്പോൾ അവർക്ക് ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോഴാണ് പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. ആദ്യം എണീറ്റിട്ടില്ല, ഒരു 9 മണിക്ക് ശേഷം അവനെ വിളിക്കലുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാനും അനാമും തയ്യാറാക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ലായിരുന്നു. അത് മന്തി ഉണ്ടാക്കാൻ കുറച്ച് ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്ന പൗഡർ കളർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് വാങ്ങിക്കാനൊന്ന് പുറത്തു പോയി. കടയിൽ നിന്ന് വന്ന ഉടനെ തന്നെ പിന്നെ ഞാൻ വേഗം ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. സാധാ ബസ്മതി റൈസ് അല്ല, കുറച്ചൊരു യെല്ലോ കളറായിട്ടുള്ളൊരു ബസ്മതി റൈസാണ്. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു 1/4 മണിക്കൂർ നമ്മൾ അത് നല്ലോണം കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു സമയത്ത് അനാമിനുള്ള ഫുഡും കൂടി റെഡിയാക്കുകയാണ്. ഇത് അമൃതം പൊടിയാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്നുള്ള അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഇവിടെ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഇവൾക്ക് ഇത് കൊടുക്കാൻ നിവർത്തില്ലാത്തതുകൊണ്ട് ഞാനിത് ഹോം മെയ്ഡാണ് ഈ അമൃതം പൊടി. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ, ഒരു പരീക്ഷണമായിരുന്നു. പക്ഷേ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നന്നായിട്ട് അവൾ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. അവിടെ ഫുഡ് കഴിക്കലും ഉറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ആദ്യം എണീറ്റ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 1400 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ്, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ 1400 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 8 പീസായിട്ട് വിത്ത് സ്കിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കഴുകിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലിൽ 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ട് ഒന്ന് അങ്ങനെ അലിയിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കണം, കളറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് അത് തേച്ച് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെക്കൊന്നുമില്ല, അപ്പം തന്നെ കുക്ക് ചെയ്യാൻ കേട്ടോ ചെയ്യാം. ഞാൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്കിന്നോട് കൂടിയിട്ടാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇതിൻ്റെ അമ്മായിൻ്റെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. വളരെ എളുപ്പം ചെയ്യുക എന്നുള്ളത്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ശരിക്കും നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ മന്തി കിട്ടുന്നത്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണ് മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ പാത്രം തന്നെ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ പീസസ് അതിൻ്റെ താഴെ, ആ പാത്രത്തിൻ്റെ താഴെ ഇങ്ങനെ എല്ലാ പീസും തട്ടുന്ന വിധത്തിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി ചിക്കനിൽ നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് മാറ്റുമ്പോൾ ആ പാത്രത്തിൽ കുറച്ച് അതിൻ്റെ ഓയിലും ഇതൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക ഇത്. പിന്നെ ഒരു കാര്യം, ചിക്കനിലേക്ക് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. ആ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ, ആ മാഗി ചിക്കൻ ക്യൂബിലൊക്കെ തന്നെ നന്നായിട്ട് തന്നെ ഉപ്പുണ്ടാവും. 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ പീസൊക്കെ തിരിച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് കുക്ക് ചെയ്യരുത്, 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കവർ ചെയ്തിട്ട് ഒന്നും കൂടി ഒരു 2 മിനിറ്റും കൂടി അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുക്കായിട്ട് വരും. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് അരിയും കൂടി വേവിച്ചെടുക്കണം, റൈസും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട്, കണക്കൊന്നുമില്ല കാരണം നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ളത്ര വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ചോറിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി, ഉറപ്പായിട്ട് ഈ അരി ഒരു 3/4 മണിക്കൂറോളെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് ആ അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 വേവിൽ വേവിച്ചെടുക്കുക. ഫുള്ളായിട്ട് നന്നായിട്ട് വേവേണ്ട, ഒരു 1/4 വേവിൽ. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഇപ്പോൾ 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടില്ല, 2 സൈഡും 2 മിനിറ്റ് വീതം തിരിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രഷ് മസാലകൾ ഇട്ട് കൊടുക്കാം. ഫ്രഷ് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 2-3 പീസ് പട്ട, ഒരു 4-5 പീസ് ഏലക്ക, 5-6 പീസ് ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ പച്ച കൊത്തമല്ലി ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കുന്നത്. ഇപ്പോൾ അരിയും വെന്തിട്ടുണ്ട്. വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നല്ലോണം വേവണ്ട, ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ആ അരി വേവിച്ച ആ ചോറ് നമ്മൾ ഈ ചിക്കൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഊറ്റി വേറെ കൊട്ടയിലാക്കി വെക്കൊന്നും ചെയ്യരുത്, ഡയറക്റ്റായിട്ട് ആ പാത്രത്തിൽ നിന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുക്കുന്നതോട് കൂടി ഇതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓഫ് ആക്കിയതിന് ശേഷമാണ് ഫ്രഷ് മസാല ഇട്ട് കൊടുക്കുന്നതും അതിൻ്റെ മേലേക്ക് റൈസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതും. എല്ലാ റൈസും അതിന് ഊറ്റി ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് മേലേക്ക് നന്നായിട്ട് നിരപ്പാക്കിയിട്ടെടുക്കണം. ഇനി ഇതിന് സ്മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർക്കോളിൻ്റെ പീസ് ചൂടാക്കുന്നുണ്ട്, ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ചാർക്കോളോ എന്തെങ്കിലും കരി ഒന്ന് നല്ലോണം കത്തിച്ച് എടുത്തിട്ട് നമുക്ക് ഈ റൈസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. കുക്കായിട്ടില്ല, കുക്കാവണിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് കേട്ടോ, ഫുള്ളായിട്ടും കുക്കായിട്ടില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു പാത്രം വെച്ചിട്ട് അതിൽ ഈ കരി ചാർക്കോൾ എന്താ വെച്ചാൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിക്കുമ്പോഴാണ് കേട്ടോ ഓയിലിനെക്കാട്ടി നല്ല സ്മോക്ക് വരുന്നത്.
ഞാൻ പുകയൊന്നും പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് നമ്മൾ കവർ ചെയ്യണം. ഞാൻ ഫോയിൽ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോയിൽ കൊണ്ട് അപ്പോൾ തന്നെ കവർ ചെയ്യുക, അതിൻ്റെ എയറൊന്നും പുറത്ത് പോവാതെ. എന്നിട്ട് അടച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം സീൽ ചെയ്തിട്ട് തന്നെ നിൽക്കും. ഇനി ദമ്മിൽ കിടന്നിട്ടാണ് കുക്കാവേണ്ടത്. ഞാൻ ഓവനിലാണ് ദം ചെയ്യണത്. ഓവനിൽ ദം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫ്രൈ പാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ കനലിട്ടിട്ടോ ഒക്കെ നമുക്കിത് ദം ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും, എരിവില്ലാത്തൊരു പച്ചമുളകാണ് കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിൻ്റെലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അറബിക് റൈസിൻ്റെ ഒക്കെ കൂടെ തൈരിനേക്കാളൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ഈ ഒരു ചട്നിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. ഇവിടെ വലിയൊരു എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനങ്ങനെ ചേർത്തിട്ടില്ല. അപ്പോൾ ലഞ്ചിനുള്ളതൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ചോക്ലേറ്റിൻ്റെ ഒരു ഗനാഷും കൂടി റെഡിയാക്കുന്നുണ്ട്. അത് കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കേക്ക് ഓൾറെഡി റെഡിയാക്കിയിട്ട് ഡബിൾ ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇനി ഒരു ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ക്രീമിന് ഒരു കപ്പ് ചോക്ലേറ്റ് ചിപ്സ് എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് മെൽറ്റാക്കി എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കേക്ക് കേട്ടോ. ഞാൻ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട് സെയിം തന്നെയാണ്, ഷേപ്പിൽ മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കാനുള്ള സമയമായി. കുറച്ച് നേരത്തെ തന്നെ ചോറൊക്കെ കഴിക്കുകയാണ് ക്ലാസ് തുടങ്ങുമ്പോഴത്തേന്. അപ്പോൾ നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ കളറ് കുറച്ചൊരു യെല്ലോയിഷ് ആണ്. കാരണം എനിക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ അത് സാഫ്രോൺ യെല്ലോ എന്ന് പറഞ്ഞ കളറാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും റെഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റെഡ് കളർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു കളർ തന്നെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ കുറച്ചൊരു യെല്ലോയിഷ് ആയിപ്പോയി. പക്ഷേ കളർ ഒരിക്കലും നമ്മളെ ടേസ്റ്റിനെ ബാധിക്കില്ല കേട്ടോ, ലുക്കിനെ മാത്രമേ ബാധിക്കുള്ളൂ. ഈ കളർ ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ചേർത്തോളണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് കളർ ചേർത്തത്. ഈ മന്തി ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ക്രെഡിറ്റ് എൻ്റെ അമ്മായിക്കുള്ളതാണ്. എൻ്റെ ഉമ്മാൻ്റെ വലിയ ബ്രദറിൻ്റെ വൈഫാണ്. ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ പരീക്ഷിച്ച് നോക്കിയതായിരുന്നു കേട്ടോ. ഈ മന്തിക്ക് കുറേ പണിയെടുക്കണം, എന്നാലും ഞാൻ ഉദ്ദേശിച്ചൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെയും ക്ലാസ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് കേട്ടോ എനിക്ക് കേക്കുമ്പോൾ പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയത്. ഇവിടെ ഇപ്പോൾ 2 മാസം വെക്കേഷനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കേഷനൊക്കെ ആയി അങ്ങനെ കളിച്ചൊക്കെ നടന്നിട്ട് ഇപ്പോൾ ക്ലാസ്സൊക്കെ തുറന്നപ്പോൾ അവനിരിക്കാൻ പിന്നെയും മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവനൊക്കെ ഇരുത്തി ഒന്ന് സെറ്റാക്കി കൊണ്ടുവരണം. ഇനി എല്ലാം ഒന്ന് ലെവലായി വന്നതായിരുന്നു. അപ്പോഴാണ് പിന്നെ വെക്കേഷൻ ആയത്. ഇനിയിപ്പോൾ എല്ലാതും ഒന്ന് ഓർഡറാക്കി എടുക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കേക്ക് ബോർഡ് വൃത്തികേടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ബട്ടർ പേപ്പറൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ, ഫ്രോസ്റ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ. പക്ഷേ ഞാൻ പിന്നെ എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആണേനും, അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ചെയ്യാത്തത്. ലാസ്റ്റ് വെച്ച് കൊടുക്കുക ചെയ്യൽ. കേക്ക് ഒക്കെ റെഡിയായി ഫ്രോസ്റ്റിംഗ് ഒക്കെ തലേ ദിവസം തന്നെ കഴിച്ച് വെച്ചുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത കേക്കുമ്പോൾ വേണം നമ്മൾ ഈ ഗണാഷ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോഴാണ് ഗണാഷ് നല്ല കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ഇത് നല്ല തിക്കായിട്ടുള്ള ഗണാഷാണ് കേട്ടോ. എനിക്ക് കേക്കുമ്മൽ ഞാൻ ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലായിരുന്നില്ല ഉദ്ദേശിച്ചത്. ഇത് ചെയ്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുള്ളായിട്ടും ചോക്ലേറ്റിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേക്കിന് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി ഞാൻ അതിൽ കുറച്ച് ബട്ടർ ചേർത്തിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ മിസ്സായതാണ്. ഗണാഷ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർക്കണം കേട്ടോ മെൽറ്റ് ആക്കുമ്പോൾ. ഡബിൾ ബോയിൽ വഴി അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ടോ അത് ഗണാഷ് ആക്കി എടുക്കാം. ഉള്ളിൽ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്ങാണ് വെച്ചിട്ടുള്ളത്. പുറത്ത് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടാണ് ഇത് ഗണാഷ് കൊടുത്തത്. ഡാർക്ക് കൊടുത്താലാണ് കാണുമ്പോൾ നല്ലൊരു കളറും ഇതൊക്കെ കിട്ടുക. മിൽക്കാവുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും ഡാർക്കിനേക്കാളും. അതുകൊണ്ടാണ് അത് ഉള്ളിൽ കൊടുത്തത്. ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാത്തത്. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്, താഴെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കാണിക്കാം. ഞാനതിൻ്റെ താഴെ പേപ്പർ എടുത്തപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു റിബൺ വെച്ച് കൊടുക്കുകയാണ്. റിബണോ സ്പ്രിങ്കിൾസോ എന്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ ഫോണ്ടൻ്റെ ലെറ്റേഴ്സൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ അതിൻ്റെ മേലെ എത്തിച്ച് സിമ്പിൾ ഡെക്കറേഷനാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ചോക്ലേറ്റ് കേക്ക്. ഇവിടെ ഞാൻ നമ്മളെ എന്ത് സ്പെഷ്യൽ ഒക്കേഷനിലും ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് പ്രിഫർ ചെയ്യൽ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇതാണ്. കേക്കൊക്കെ റെഡി ആയിട്ട് വരാനൊക്കെ കുറച്ച് സമയമെടുത്ത്, കാരണം രാത്രിയാണ് നമ്മൾ കേക്കൊക്കെ പണിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു. കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ തൊട്ട് അതിന് ശേഷം വന്ന എല്ലാ കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെ ആനിവേഴ്സറിക്കൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കലുണ്ട്. അതിൻ്റെ മുന്നേ നമ്മളങ്ങനെ പുറത്തുനിന്ന് വാങ്ങലൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ഇതൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല, എന്നാലും നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിവസം നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടാവും. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ഫാനാണ് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ സെലിബ്രേഷൻ. പിന്നെ ഉള്ളത് ഗിഫ്റ്റാണ്. എല്ലാ വർഷവും എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവരൊക്കെ തരലുണ്ട് കേട്ടോ ആനിവേഴ്സറിക്ക്. ഞാനും അതേപോലെ എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, കേക്ക് ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെയൊക്കെ. സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ, ആനിവേഴ്സറി കഴിഞ്ഞിട്ടൊക്കെയാണ് ഗിഫ്റ്റൊക്കെ കിട്ടുക. ഇതും അതുപോലെ തന്നെ ആനിവേഴ്സറി കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെയാണ് കിട്ടിയത്. നമ്മൾക്ക് എപ്പോഴാണ് ഓഫ് അപ്പോൾ അതിനനുസരിച്ച് പോയിട്ട് വാങ്ങും. ഞാൻ സാരൊക്കെ കൂടി പോയിട്ട് തന്നെയാണ് വാങ്ങാറ്. പക്ഷേ ഇത് എനിക്ക് സർപ്രൈസാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സായറാക്കാൻ്റെ മാത്രം സെലക്ഷനാണ് കേട്ടോ. ഈ റിങ് ഞാൻ പോയിട്ടില്ല വാങ്ങാൻ. സായറാക്ക ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സായറാക്കാക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ പെർഫ്യൂം. ഇത് ടിക്ടോക്കിലൊക്കെ കണ്ടിരുന്നു, ഒരു സിൽക്ക് മസ്ക് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ സായറാക്കന്ന് പറയുന്നുണ്ടായിരുന്നു, അതൊന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലുലുവിലൊക്കെ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതങ്ങനെ വിട്ടുപോയതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് അവർ പറഞ്ഞ ബ്രാൻഡല്ല, ഇത് വേറെ അവരെ ലൂസായിട്ടുള്ളതാണ് ഉണ്ടായിരുന്നത്. അത് അവർ ബോട്ടിലാക്കി തന്നതാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ തന്നെയാണ്, പക്ഷേ അത്ര എക്കണോമിക്കൊന്നും അല്ല ഇത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ വാങ്ങിയിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ടൊന്നും എൻ്റെ അടുത്ത് ഇരിക്കൂല. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ചെറിയൊരു സെലിബ്രേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം.